ക്ലച്ചിൽ നിന്ന് മാത്രം ഞാൻ ആക്സിലറേറ്റർ കൊടുക്കാതെ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ഒരു ചാട്ടത്തിൻ്റെ, അതായത് ഇച്ചിരി മോശപ്പെട്ട വഴി കൂടെ നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ പറയുന്ന പോലെ നമ്മളെപ്പോഴും സ്റ്റിയറിംഗ് കൈകാര്യം ചെയ്തിട്ട് ഇവിടെ പുറകെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും 3 സിലിണ്ടർ വാഹനം എല്ലാവരും പറയുന്നത് പോലെ ഈ വാഹനത്തിൻ്റെ പവറില്ല, പുള്ളിങ്ലെസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ശരിയാണോ? നമുക്ക് ജസ്റ്റ് ഒന്ന്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പുതിയ മോഡൽ ഡിസയർ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഇട്ടേക്കാം. ആ ഒരു വീഡിയോക്കകത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ വാഹനത്തിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. വെറും ടെസ്റ്റ് ഡ്രൈവ് മാത്രമല്ല, ഒരു 3 സിലിണ്ടർ വാഹനം എല്ലാവരും പറയുന്നത് പോലെ ഈ വാഹനത്തിൻ്റെ പവറില്ല, പുള്ളിങ്ലെസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ഓടിച്ച് നോക്കിയൊരു ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. ഓക്കെ, അപ്പോൾ നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് പോകാം. എങ്ങനെയുണ്ട്, പുള്ളിങ്ലെസ് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കാം. കാരണം ഇതൊരു 3 സിലിണ്ടർ വാഹനമാണ്. ചെറിയ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ കാണോ ഇല്ലയോ ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഒരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വാഹനമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഏതായാലും ഇതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ആസിറ്റീസ് നമ്മുടെ മാരുതിയുടെ രീതി തന്നെയാണ്. പക്ഷേ ആകപ്പാടെ മാറ്റം വന്നിരിക്കുന്നത് നമുക്ക് സ്വിഫ്റ്റിന് വന്നിരിക്കുന്ന പോലെ ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. നാച്ചുറൽ ആസ്പിറേറ്റഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കുന്ന 12.5 ആണ്. പക്ഷേ അത് കാര്യമാക്കേണ്ട, കാരണം പല രീതിക്കും ഈ വാഹനം ഓടുന്നതായതുകൊണ്ട് നമുക്ക് ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യം അത്ര കൃത്യം ഇതിനകത്ത് കാണിക്കുന്നത് പറയാനൊക്കത്തില്ല. നമുക്ക് ഏതായാലും ആദ്യം തന്നെ ഒരു കയറ്റം ഒന്ന് പിടിച്ചു നോക്കാം. അതാണ് നമ്മുടെ മെയിൻ അജണ്ട. പ്രത്യക്ഷത്തിൽ നല്ല സ്മൂത്താണ് ഈ വാഹനം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കയറ്റം കയറാൻ വേണ്ടി പോകുന്ന ഒരു ചെറിയൊരു കയറ്റം ആദ്യം ഇത് പിടിച്ച് നോക്കാം. ചെറുതല്ല, എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കയറ്റമാണ്. ഈ കയറ്റത്തിൽ ഞാനൊന്ന് നിർത്തി ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഇട്ട്, അതായത് ഞാനൊന്ന് ഫസ്റ്റ് ഇട്ട് ഇപ്പം ഐഡിൽ ഓഫ് ആയിട്ടില്ല. ചെറിയൊരു നോർമൽ 3 സിലിണ്ടറിൻ്റെ വൈബ്രേഷൻ നമുക്ക് കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു നല്ലൊരു ഇറക്കമാണ് നമ്മളിപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു നല്ല കുത്തനെയുള്ള ഇറക്കം. ഈ ഒരു ഇറക്കം ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തിരിച്ച് കയറുന്ന രീതിക്ക് ഒരു സെൻട്രൽ പോർഷനിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളൊന്ന് നിർത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ബ്രേക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ ഫസ്റ്റ് ഗിയറിലൊന്ന് എടുത്ത് നോക്കാം. അത് ജസ്റ്റ് നമ്മുടെ പഴയ സ്വിഫ്റ്റിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഡിസൈറിലൊക്കെ ചെയ്തിട്ടുള്ള പോലെ പതുക്കെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് ഈ വാഹനം ജെർക്കിങ് കൂടാതെ കയറുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ വാഹനത്തിന് ഒരു അഡ്വാൻറ്റേജും കൂടെ പറയാം. ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് ചെറിയൊരു ഇടയുണ്ടെങ്കിൽ നമുക്ക് തിരിക്കാൻ സാധിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, 360 ക്യാമറയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇവിടെ വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. യെസ്, അപ്പം നമ്മളിപ്പോൾ കയറുന്ന ഈ ഒരു നല്ലൊരു കയറ്റമാണ് കയറുന്നത്. ഈ ഒരു കയറ്റം കയറുന്ന സമയത്ത് ഏകദേശം അതിൻ്റെ ആ വളവിൻ്റെ പോർഷനിൽ കുറച്ച് കയറി നല്ല കുത്തനെയുള്ളൊരു കയറ്റമാണ്. ഓക്കെ, ഈ ഒരു പോർഷനിൽ ഞാൻ നിർത്തിയിടാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡിൽ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്തു. ഫസ്റ്റ് ഗിയർ ഇട്ടു. ക്ലച്ചിൽ നിന്ന് മാത്രം ഞാൻ ആക്സിലറേറ്റർ കൊടുക്കാതെ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുക്കാൻ വേണ്ടി നോക്കുകയാണ്.
അയ്യോ, ജർക്കിംഗ് ഉണ്ട്. പാടാണ്. ഇവിടെ ശരിക്കും നമുക്ക് ആ 3 സിലിണ്ടറിൻ്റെ ആ ഒരു ഫീല് ശരിക്കും ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ വാഹനം കയറി പോകുന്നുണ്ട്. ഞാൻ ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല, വാഹനം കയറി പോകുന്നുണ്ട്. യെസ്. പക്ഷേ ഇതേ സ്ഥാനത്ത് എനിക്ക് തോന്നുന്നു ഒരു 4 സിലിണ്ടർ ആയിരുന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് കയറിയാൽ. ഇനിയിപ്പോൾ ഞാൻ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് സ്മൂത്തായിട്ട് കയറി പോകും. ഇനി നമുക്ക് അത്യാവശ്യം നല്ലൊരു റോഡിലും കുറച്ചൊരു സ്പീഡിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവും കൂടെ ചെയ്ത് നോക്കാം. എനിക്കതിലും കയറ്റത്തിൻ്റെ കാര്യത്തിൽ ഒരു 3 സിലിണ്ടർ ശരിക്കുള്ളൊരു ഫീല് എനിക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ പഴയ ഒരു 3 സിലിണ്ടറൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആദ്യം വന്ന കെ സീരീസ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതി വെച്ച് നോക്കി നല്ലൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. കാരണം അതിൻ്റെ അത്രയും ജർക്കിംഗ് ഇല്ല, എന്നാൽ ജർക്കിംഗ് കമ്പാരിറ്റീവ്ലി പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടെന്നും അല്ലെങ്കിൽ ജർക്കിംഗ് ഇല്ലെന്ന് പറയാനും സാധിക്കത്തില്ല. നമുക്കൊരു ഫ്യൂവൽ എഫിഷ്യൻസി നോക്കി ഒന്ന് വാഹനം ഓടിച്ച് നോക്കിയേക്കാം. അപ്പോൾ അതിനകത്തുള്ള ആവറേജ് ഞാനൊന്ന് റീസെറ്റ് ചെയ്യുകയാണ്. .5 കാണിക്കുന്നത് ഞാനത് 0 ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് ഓടിച്ച് നോക്കാം. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന രീതിക്ക് തന്നെ ഞാൻ ഓടിക്കുന്നത്. അതായത് ഓവർ സ്പീഡിങ് ചെയ്യുന്നില്ല. ഒരു 40 to 50 ഏകദേശം ടോപ്പ് ഗിയർ ഇടാൻ പറ്റുന്ന രീതിക്കെല്ലാം ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് ഈ റിട്ടേൺ ഫിഗർസ് കറക്റ്റായിട്ട് കിട്ടൂല്ലേ എന്നുള്ളൊരു കാര്യം കൂടെ ഒന്ന് നോക്കാം. നമ്മൾ ഏകദേശം ഒരു ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ്. ഇപ്പം നമ്മൾ വന്ന വഴി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചെറിയ വഴിയാണ്, നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. ആ വഴി തന്നെ ഞാൻ ഏറെക്കുറെ അധികം കാല് കൊടുക്കാത്ത രീതിയിൽ ഓടിച്ച് വന്നപ്പോഴേക്കും ഏകദേശം കിട്ടിയ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 19.5 20 വരെയൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ഒരു റോഡായിട്ട്. ഇനിയിപ്പം നല്ല ഈ ഒരു വഴി കൂടെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ, അതായത് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 21+ ഷുവറായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ 20.4 കിട്ടുന്നുണ്ട്. പക്ഷേ സ്പീഡ് ഈ പറയുന്ന പോലെ വലിയ കൂടുതലല്ല, ഗ്രാജുവലി നോർമൽ സ്പീഡിലാണ് ഞാൻ പോകുന്നത്. ഇപ്പം ട്രാഫിക് ഉള്ളത് കൊണ്ടാണ് കുറച്ചുകൂടെ ഒന്ന് സ്പീഡ് കുറച്ച് പോകുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഏറെക്കുറെ ഒരു 10 കിലോമീറ്ററോളം ഈ വാഹനം ഒന്ന് ഓടിച്ച് നോക്കി. വെറും 10 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. 10 കിലോമീറ്ററിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ സൈഡിലൊന്ന് നിർത്തിയത്. 3 സിലിണ്ടർ വാഹനത്തിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കയറ്റം കയറുന്ന സമയത്ത് നമുക്കത് ശരിക്കും ആ ഒരു ജർക്കിങ് നമുക്ക് ഫീൽ ചെയ്തിരിക്കും. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതി നോക്കാനാണെങ്കിൽ 100% നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജിൻ്റെ ഒരു കാര്യം നമുക്ക് ഏറെക്കുറെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ തന്നെ ഏകദേശം 21ഓളം അത്യാവശ്യം ട്രാഫിക് ഉള്ള സ്ഥലത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 21 എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഫിഗർ അല്ല, ഒരു നല്ലൊരു ഫിഗർ തന്നെയാണ്. 24 പറഞ്ഞെങ്കിൽ പോലും ഏറെക്കുറെ 21 ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഹൈവേസിൽ കൂടെയൊക്കെ നല്ല ലോങ് ഒക്കെ പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ കൂടുതൽ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നതായിരിക്കും. 100% നമുക്ക് ആ ഒരു കാര്യത്തിലൊരു ഡൗട്ട് വേണ്ട. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള റിവ്യൂ കൂടെ ഒന്ന് പറയാം. അപ്പം കുറച്ചൊരു മോശപ്പെട്ട വഴി കൂടെ ഒന്ന് ഓടിച്ച് നോക്കാം. ഞാൻ കുറച്ച് ഓടിച്ച് നോക്കി, ഏതായാലും വലിയ കുഴപ്പമില്ല. അത്ര സ്റ്റിഫ് അല്ല നമ്മുടെ സസ്പെൻഷൻ. അത്രയും സ്മൂത്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒത്തിരി സ്മൂത്ത് ആയി കഴിഞ്ഞാലും കുഴപ്പമാണ്, ഒത്തിരി സ്റ്റിഫായി കഴിഞ്ഞാലും കുഴപ്പം. ആ ഒരു രീതിക്ക് ഒരു മോഡറേറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു മീഡിയം ടൈപ്പ് ഒരു ഷോക്കിൻ്റെ ഒരു എഫക്റ്റേ നമുക്ക് ഇതിനകത്ത് കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ കുറച്ചൊന്ന് റവ് ചെയ്ത് നോക്കിയായിരുന്നു. റവ് ചെയ്യാവുന്ന സമയത്താണെങ്കിൽ പോലും ഒരു ടോർക്ക് നമുക്കൊരു ഐഡിയൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് കയറി വരാൻ അല്ലെങ്കിൽ ആ ഒരു പവർ കയറി വരാൻ ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു വാഹനം 2000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കുറച്ചുകൂടെ ഒന്ന് ഓടിക്കഴിഞ്ഞാൽ ഒരു 10,000 ഒക്കെ ഒന്ന് ടച്ച് ചെയ്തൊരു ഫസ്റ്റ് ഓയിൽ ചേഞ്ച് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ വാഹനത്തിൻ്റെ പവർ ഔട്ട്പുട്ട് കമ്പാരിറ്റീവ്ലി മാറും. അതായത് അതിൻ്റെ പെർഫോമൻസിൻ്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ അത്യാവശ്യം നല്ല മോശപ്പെട്ട വഴി കൂടെയാണ് നമ്മൾ ഓടുന്നത്. അപ്പം നമുക്കത് കാണുമ്പോഴത്തേക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും.
ഓക്കെ, അപ്പോൾ നമുക്കിനി ഫ്രണ്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മളൊരു ഡ്രൈവർ എന്നുള്ള രീതിയിൽ ഇരുന്ന് നമുക്കൊരു എന്ത് ഫീലാണെന്നുള്ളത് വളരെയൊക്കെ കൃത്യമായിട്ട് കിട്ടിയായിരുന്നു. ഇനിയിപ്പം ബാക്കിലത്തെ സീറ്റിൽ ആസ് എ പാസഞ്ചർ എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടെന്നും കൂടെ നോക്കാം. അതിന് മുമ്പ് ഞാൻ സീറ്റ് ബെൽറ്റ് ഒന്ന് ഇട്ടോട്ടെ. ഓക്കെ, അപ്പോൾ ലെഗ് റൂം നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല സൂപ്പറാണ്. ഓക്കെ, അതായത് ഫ്രണ്ടിലത്തെ സീറ്റ് ഞാൻ ഒരുപാട് ഇറക്കിയാണ് ഇട്ടിരിക്കുന്നത്. അതായത് എൻ്റെ ഒരു കംഫോർട്ടിനാണ് ഞാനത് ഇട്ടിരിക്കുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് റീഡിംഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബുക്കൊക്കെ വായിക്കണമെന്നാണ് വായിക്കുക, അതല്ലെങ്കിൽ യാത്രയുടെ ഇടയിൽ പാടായിരിക്കും. ബാക്കിലത്തെ ഇരിപ്പ് കുഴപ്പമില്ല, ആംബ്രസ്റ്റ് സെറ്റാണ്. ഈ സൈഡിലൊരു ആംബ്രസ്റ്റ് ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ യെസ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ ഇരുന്ന് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. ജെർക്കിങ് ആസ് ഇറ്റ് ഈസ് നമ്മുടെ ബാക്കിലത്തെ ടയറിൻ്റെ പൊക്കത്തായതുകൊണ്ട് ചെറിയൊരു ഫീല്, ഒരു ചാട്ടത്തിൻ്റെ, അതായത് ഇച്ചിരി മോശപ്പെട്ട വഴി കൂടെ നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്കൊരു സൺറൂഫിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചൊന്ന് നോക്കാം. പിന്നെ ഫ്രണ്ടിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങ് യാത്ര ചെയ്യാം. ഏതായാലും ബാക്കിലത്തെ ഓവറോൾ ഫീൽ ഓക്കെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിക്ക് ഇരിക്കാൻ സാധിക്കും. സെൻറ്റർ ആംറെസ്റ്റ് ഉള്ളതുകൊണ്ടും പക്കയാണ്. ഏറെക്കുറെ ബാക്കിലത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഫ്രണ്ടിലത്തെ അപേക്ഷിച്ച് ഓക്കെ എന്നാണ് പറയുള്ളൂ. പക്ഷേ കുറച്ചുകൂടെ എനിക്കൊന്ന് ഡ്രൈവർ സീറ്റ്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ വാഹനം ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കും എനിക്ക് ബാക്കിലത്തെ സീറ്റ് ഇരുന്നിട്ട് അത്രയും അങ്ങോട്ടൊരു ഒരു കംഫർട്ടബിൾ, അല്ലെങ്കിൽ അത്രയും ഒരു സുഖം എന്ന് പറയാൻ സാധിക്കാത്തത്. പക്ഷേ ബാക്കി കുഴപ്പമില്ല. ആസ് ഇറ്റ് ഈസ് ഒരു സാധാരണ ഒരു വ്യക്തിയൊക്കെ ഇരിക്കുമ്പോൾ അവർക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നണമെന്നില്ല. പക്ഷേ എനിക്ക് ഈ പറയുന്ന പോലെ നമ്മളെപ്പോഴും സ്റ്റിയറിംഗ് കൈകാര്യം ചെയ്തിട്ട് ഇവിടെ പുറകെ ഒതുക്കിരെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ആ ഇരിപ്പിലൊരു ശരിക്കും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് ഫണ്ണായിട്ട് തന്നെ തോന്നി. അതായത് ഒരു എന്താ പറയുന്നത്, ഒരു ഒത്തിരി പവർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ ഇത് സാധിക്കത്തില്ല, അല്ലെങ്കിൽ ഈ ഒരു വാഹനം ആപ്റ്റ് അല്ല എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ എന്നാൽ ഒരു ഫാമിലി ഓറിയൻറ്റായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ധൈര്യമായിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു വാഹനമാണ്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി നമുക്കത് ആപ്റ്റ് ആണോ എന്നും കൂടെ ഒന്ന് ഉറപ്പ് വരുത്തിക്കണം. ഏതായാലും ഞാൻ ഈ വാഹനം ഓടിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്യൂൽ എഫിഷ്യൻസി തന്നെയാണ്. എഫിഷ്യൻസി നല്ല രീതിക്ക് നമുക്ക് ഈ പറഞ്ഞ 21+ ഒക്കെ നമുക്ക് 100% ഈ വാഹനത്തിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ പവറിൻ്റെ ഒരു കേസ് മാത്രം ഞാൻ എപ്പോഴും എടുത്ത് പറയത്തുള്ളൂ. 3 സിലിണ്ടർ വാഹനം ആയതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കുത്തനെയൊക്കെ ഉള്ളൊരു കയറ്റമൊക്കെ ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കുക. നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പണ്ടത്തെ 3 സിലിണ്ടർ വാഹനമായിട്ടുള്ള വാഗണാർ, സെലീറിയോ ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഓടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വാഹനം ഷുവറായിട്ട് ഇഷ്ടപ്പെടും. എന്നാൽ അതേ സ്ഥാനത്ത് ഒരു 4 സിലിണ്ടർ വാഹനം സ്വിഫ്റ്റോ അല്ലെങ്കിൽ ഡിസൈറോ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഈ വാഹനത്തിലോട്ട് കയറുന്ന സമയത്ത് ചെറിയ രീതിക്ക് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫീൽ ചെയ്യുന്നതായിരിക്കും. ഏതായാലും നിങ്ങളും കൂടെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് ചെയ്ത് നോക്കുക.